ലവേഴ്സ് ക്ലബിലെ വിദ്യാർത്ഥിനികളെ, സർവചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന പരമ രഹസ്യമാണ് പ്രേമം. നിങ്ങളെല്ലാവരും ആത്മനിയന്ത്രണത്തോടെ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ഒരു ഇതുണ്ടാകും. അതാണ് പ്രേമം. അങ്ങനെ പ്രേമിക്കുക. വരണം. നിങ്ങളെ ലവേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? വെറും സിമ്പിൾ. ഞങ്ങൾ വിശ്വപ്രേമത്തിന്റെ പൂജാരികൾ. അപ്പൊ അങ്ങാണോ ഈ പ്രേമത്തിന്റെ ലൈസൻസിംഗ് ഓഫീസർ? അങ്ങനെയാണ്. 1939 ഹിറ്റ്ലർ നല്ല ധൈര്യവും ആരോഗ്യവും യൗവനമുള്ള യുവാക്കന്മാരെ തേടിപ്പിടിച്ച് ഒന്നിപ്പിച്ചു. അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളെ രാജ്യത്തിലേക്ക് കാഴ്ചവെച്ചു. അത് ജർമ്മനിയിലല്ലേ? അതുപോലെ നല്ല ആരോഗ്യമുള്ള യുവാക്കന്മാരെ അന്യോന്യം സഹകരിപ്പിച്ച് അവരിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക. അതാണ് തിയറി. ഓഹോ, അപ്പോ ഇത് മാത്രമേ ഉള്ളൂ അങ്ങയുടെ ലക്ഷ്യം? മിസ്റ്റർ ചന്ദ്രൻ, എനിക്ക് വയസ്സ് എത്രയായിന്ന് അറിയാമോ? 167. ബ്രഹ്മചര്യവും നമ്മുടെ സ്വാമിജിയുടെ ആത്മജ്ഞാനവുമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ സിൽവർ ഹെഡിനെ പറ്റി അങ്ങക്ക് എന്തെങ്കിലും അറിയാം? ഓ, അറിയാം. കാഴ്ച ബംഗ്ലാവിനെ കൂട്ടിനകത്ത് കണ്ടിട്ടുണ്ട്. ഈ ക്ലബിലേക്കുള്ള ചിലവുകളൊക്കെ ആരാണ് വഹിക്കുന്നത്? പ്രേമത്തെ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾ. ഓഹോ, അതിരിക്കട്ടെ. അങ്ങക്ക് വിദേശ രാജ്യങ്ങളുമായി വല്ല ബന്ധമോ സമ്പർക്കമോ ഉണ്ടോ? എനിക്ക് വിദേശമൊന്നൊന്നില്ല. ഹിമാലയ പർവ്വതത്തിന്റെ അടിവാരത്തിൽ 167 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഞാൻ ഒരു ലോക പൗരനാണ്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, ചുമ്മാ വന്നതാണ്. കാര്യമായി പ്രേമിക്കാൻ തന്നെ പറഞ്ഞു. നിങ്ങളും അറിയുന്ന ഒരു യുവാവാണ്. താങ്ക് യു. കാമറേഴ്സ്, ഈ പോകുന്ന യുവാവിനെ നിങ്ങളും ശ്രദ്ധിക്കുക. പറഞ്ഞിരുന്ന ആളെ അയക്കാൻ ബോസിന്റെ ഉത്തരവ്. ഇതാണ് ആള്. കമാൻ ബായ്. എങ്ങനെ? ഓക്കെ ഓക്കെ. വെരി ഗുഡ്. എതിരാളികൾ നമ്മേക്കാൾ സമർത്ഥന്മാരായിരുന്നു ഓർമ്മ വയ്ക്കും. M9, ഈ തൊപ്പി നിങ്ങൾക്കുള്ളതാണ്. ലുക്ക്, നിങ്ങളെ എതിർക്കുന്നവരുടെ തലയും അതുപോലെ തുണ്ടായി നിലത്ത് വീഴണം. 1, 2, 3, 4 ഉടൻ വരാൻ പറയുന്നു. നമ്മുടെ പ്രവർത്തനവും സങ്കേതവും എപ്പോഴും പരമരഹസ്യമായിരിക്കും. ഒരു പക്ഷേ പിടിപെട്ടാൽ നിങ്ങൾ ജീവത്യാഗം ചെയ്യുക. നമ്മുടെ രഹസ്യത്തിന് മരണമില്ല. അതാണ് സിൽവർ ഹെഡിന്റെ പ്രമാണം. വെരി ഗുഡ്. Now listen. ഇന്ന് വൈകുന്നേരം കടൽ മാർഗം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ലക്ഷക്കണക്കിന് പണത്തിന്റെ ഡ്രാഫ്റ്റും മറ്റു പല നിർദ്ദേശങ്ങളും കറുത്ത പക്ഷിയിൽ വരുന്നു. ഭദ്രമായി ഇവിടെ എത്തിക്കണം. യെസ് ബോസ്. ഒരു പക്ഷേ ചന്ദനും കൂട്ടരും വന്നേക്കും. നമ്മുടെ ജോലി കഴിയുന്നവരെ അവരെ ആ സ്ഥലത്തേക്ക് അയക്കാതിരിക്കേണ്ടത് നിങ്ങൾ 4 പേരുടെയും കടമ. ഈ വിഷമോദരം വിരലിൽ ധരിച്ചുകൊള്ളൂ. എതിരാളിയുടെ ശരീരത്തിൽ ഇതിലെ മുള്ളുകൾ തറച്ചാൽ ആ നിമിഷം അവൻ മരിക്കും. ഇതാ, ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി, വിഷമുള്ളുകൾ വെളിയിൽ വരും. ജാഗ്രത. കഴിയുന്നിടത്തോളം എതിർപ്പുകൾ കൂടാതെ കഴിക്കാൻ ശ്രമിക്കണം. ഏറ്റവും കറുത്ത പക്ഷിയെ സ്വീകരിക്കാൻ കടൽക്കരയിൽ ഉണ്ടായിരിക്കും. വിഷ് യു ഗുഡ് ലക്ക്.
എന്തായി നിന്റെ അന്വേഷണം? രണ്ടു മൂന്ന് അണ്ണന്മാരെ ചൂണ്ടകളിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പിടി ഒരു കൊളുത്ത്. പൂഹാലന്മാര് പൂജപ്പുര ജയിലുകളിൽ കിടക്കണതാണ്. ചുമ്മാ ഇരിക്കണോ, അതൊക്കെ രഹസ്യമാണമ്മേ. അറിയാം മോനെ, നിന്റെ വിജയം മാത്രം എന്നെ അറിയിച്ചാൽ മതി. ഇങ്ങനെയുള്ള അമ്മമാരും ആ അമ്മമാർക്ക് നിന്നെപ്പോലെ രാജ്യസ്നേഹമുള്ള മക്കളും ഉണ്ടായാൽ ഒരൊറ്റ രാജ്യദ്രോഹി പോലും ഈ നാട്ടിൽ ഉണ്ടാകില്ലമ്മേ. ഓം നമ ശിവായ. സ്വാമികളുടെ വിളികൾ പോലെ ഇരിക്കുന്നു. പോയി നോക്കിട്ട് വെട്ടാൻ പറ്റും. ഓം നമ ശിവായ. നമശിവായ. ഓം. ഇവിടുത്തെ വലിയ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പ്രസാദം കൊടുക്കുവാൻ സ്വാമിജി കൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ പൊന്ന് സ്വാമി, മരണവേല ഇറക്കരുത്. സഹോദര, എഴുന്നേൽക്കൂ. വാ, എഴുന്നേറ്റു. പിന്നെ സ്വാമികളെ, ഇതിനകത്ത് വല്ല പാമ്പുകളോ ചേരകളോ വല്ലതൊക്കെ ഉണ്ടോ? ഇത് പ്രസാദം മാത്രമേ ഉള്ളൂ. എന്നാ പോകൂടി, ഞങ്ങൾക്ക് വിശക്കുമ്പം ഞങ്ങൾ അങ്ങ് വന്ന് കഴിച്ചോളാം. ഭയപ്പെടേണ്ട, ഇത് സ്വാമിജിയുടെ തിരുപ്രസാദമാണ്. വലിയ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. എന്റെ പൊന്നും ചിന്നസ്വാമി, ഞങ്ങളെ ചതിക്കല്ലേ. പേടിക്കണ്ട. ഞാനീ പറഞ്ഞൊന്നും വലിയ സ്വാമി അടുത്ത് പോയി പറയല്ലേ. അങ്ങനെ വല്ല മലമ്പാമ്പുകളെയൊക്കെ ഇറക്കി വിട്ടുകളയും. ഓം നമ ശിവായ. ഓം നമശിവായ. അമ്മച്ചി, ഓം നമശിവായ സ്വാമികൾ കൊടുത്ത് അയച്ചതാണ്. മോനെ പ്രസാദം. അന്നാ നോക്കിക്കണ്ട് വായിക്കണം. എനിക്ക് വേണ്ടമ്മേ. മോനെ, അദ്ദേഹം മഹാദിവ്യനാ. എനിക്കെന്തോ ഒരു വിശ്വാസവും തോന്നുന്നില്ല. കേട്ടോ അമ്മച്ചി, നമ്മുടെ കടമറ്റത്ത് കത്തനാലിയും കെട്ടി ഭയങ്കര ഇന്ദ്രജാലക്കാരനാണ് സ്വാമികൾ. നിങ്ങളെ പോലെ ദൈവവിശ്വാസം ഇല്ലാത്തവരെ ബോധ്യപ്പെടുത്താനാ സ്വാമി ഈ ദൃഷ്ടാന്തമൊക്കെ കാണിക്കുന്നത്. എന്നാ പ്രസാദം. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ. കടൽ വഴി ഇന്ന് വൈകുന്നേരം മുനമ്പിൽ വരും കറുത്ത പക്ഷി. CW5 calling. CW5 calling. കടലിൽ ഒരാൾ നീന്തി വന്ന് പക്ഷിയെ യുവതിയെ ഏൽപ്പിച്ച ശേഷം തിരിച്ചു പോകുന്നു. ഓവർ. Alright, watch the gate. Over. ഹലോ ഹലോ മിസ്റ്റർ മാധവൻ, ആ പോകുന്ന പെണ്ണ് പിന്തുടർന്ന് ബാഗ് തിരിച്ചു മേടിക്കും. യെസ് സർ. ഓവർ. ഹലോ, ഗുഡ് മോർണിംഗ്. ബാഗ് തരൂ. എന്താ അടിയേറ്റോ? ആള് ഗോസായോ? സാരമില്ല, ബോധക്ഷയമാണെന്ന് തോന്നുന്നു. വരൂ, ഇൻസ്പെക്ടർ മാധവൻ എന്ത് പറ്റിയെന്ന് നോക്കാം. നോക്കാം. ഏതോ വിഷം പ്രയോഗിച്ചിരിക്കുകയാണ്. അതാ കുഞ്ഞിനോട് നിൽക്ക്, ഞാനിപ്പോ വന്നേക്കാം. അയ്യോ, ഞാൻ മാത്രം ഇപ്പൊ വന്നേക്കാം.
പോലീസ് 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 വിദേശത്തു നിന്നും നമുക്ക് കിട്ടിയ വിലയേറിയ ചില രേഖകളാണിതെല്ലാം. 18 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ്, 12 ലക്ഷം രൂപയുടെ കുഴൽപ്പണം, 60 ലക്ഷം രൂപയ്ക്ക് സ്വർണം ഈ നാട്ടിലേക്ക് കടത്തിയ റെക്കോർഡുകൾ. കപ്പൽ നിന്ന് ഒരുത്തൻ നടുക്കടലിലേക്ക് കുതിച്ച് കരയിലേക്ക് നീങ്ങി. ഈ റെക്കോർഡ്സുകളെല്ലാം നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ പക്ഷിക്കൂടിനകത്ത് വെച്ചാണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കണം സാറേ, ഈ മോഭാവം കണ്ട ഇത് വല്ലതും ചെയ്തവനാണെന്ന് തോന്നുന്നു. ഈ ഗൂഢസംഘത്തിന്റെ ചിലവിന് വേണ്ടി അയൽനാടുകളിലുള്ള ജാക്സന്റെ ആളുകൾ ആരോ ചിലവ് ഈ സിൽവർ ഹെഡിന് വേണ്ടി അയച്ചിട്ടുള്ളതായിരിക്കാം ഈ റെക്കോർഡ്സ്. ഈ സിൽവർ ഹെഡിനെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അവനാണ് ഇതിന്റെ മർമ്മം. പലരെയും ഞാൻ സംശയിക്കുന്നുണ്ട്. ഈ സിൽവർ ഹെഡ് എന്ന് പറയുമ്പോൾ മുട്ടത്തല എന്നാണല്ലോ അർത്ഥം. നമ്മുടെ പേർഷ്യൻ മുതലാളി രാജാണ്ണൻ എപ്പോഴും തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത് മുട്ടത്തല ആയതുകൊണ്ടല്ലേ? ഇക്കണക്കിന് നീ എന്നെയും സംശയിക്കുമല്ലോ. ആ, ഈ ഗൂഢസംഘത്തിൽ പ്രവർത്തിക്കുന്ന അനവധി സ്ത്രീ പുരുഷന്മാരുണ്ട്. ഇവർക്കൊക്കെ കള്ളക്കടത്താണ് തൊഴിൽ. സംശയം തോന്നുന്നവരെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ ഭദ്രതയെ ബാധിക്കുന്ന പല രഹസ്യങ്ങളും ഇവർ അന്യനാടുകളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. നമുക്കുമൊക്കെ തല മുട്ടയടിച്ച് ഈയം പൂശി നടന്നാല് വെള്ളിത്തലേനാന്ന് വിചാരിച്ച് ഈ രഹസ്യമൊക്കെ നമ്മുടെ കൈ കൊണ്ടു തരും. അപ്പോ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. പിന്നീട് കാണാം.